അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമുക്കിപ്പോൾ ഉണ്ട്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, നമസ്കാരം. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ കേട്ടു താങ്കൾക്ക് കൂടി അറിയാവുന്ന ഒരു കുടുംബമാണ്. ഈ വീട്ടിൽ ഇപ്പോൾ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകൾ ഡോക്ടറാണല്ലേ? അതെ, ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോലിക്കാരുണ്ടായിരുന്നു. ജോലിക്കാരുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും? ഉണ്ടെന്ന് മാത്രമല്ല, അത് വസ്തുതകളിലേക്ക് എത്താനാകുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പൊ നിൽക്കുന്നത്. ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ CCTV-യിൽ? അല്ല, അതിലേക്കുള്ള കൂട്ടായി അവരെടുത്ത് പരിശോധിക്കുന്നേ ഉള്ളൂ. അതല്ല, മറ്റ് സാഹചര്യങ്ങളിൽ നിന്നും മറ്റ് വസ്തുതകളിൽ നിന്നും എന്താണ് സംഭവത്തിലേക്ക് എത്താൻ പോലീസിനാകുമെന്ന ആത്മവിശ്വാസമാണ് ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തുണ്ട് അവർ പ്രകടിപ്പിക്കുന്നത്. അനിൽകുമാർ, രണ്ട് കാര്യങ്ങൾ. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇത് കൊലപാതകം തന്നെയാണ് അല്ലേ? കൊലപാതകം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഓക്കെ, രണ്ട് മുഖം വികൃതമാക്കിയ നിലയിലാണെന്ന് പറയുന്നു. അങ്ങ് അവിടെ എത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ മോഷണത്തിന് വേണ്ടിയുള്ള കൊലപാതകമാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? മോഷണത്തിനപ്പുറമുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. മോഷണമല്ല, മറ്റു കാര്യങ്ങളാണെന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകളും ലഭ്യമായിട്ടുണ്ട്. ഒരു അയൽവാസി നമ്മളോട് പറഞ്ഞത് ഇവിടെ പണിക്ക് നിന്ന മറ്റൊരു സംസ്ഥാന തൊഴിലാളിയുമായിട്ട് എന്തോ അവർ മോഷണം എന്തോ ചെയ്തത് കണ്ടപ്പോൾ സാമ്പത്തികമായി അദ്ദേഹത്തെ കബളിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള എന്താണെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം, പോലീസ് റൂൾ ഔട്ട് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ എവിടെ ഇടർച്ച ഉണ്ടായെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്ത് ശരിയായ പ്രതിയിലേക്ക് എത്തുന്ന എല്ലാ സാധ്യതകളും പോലീസ് നോക്കുക. ഈ മകൻ നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു, മകൻ ഉണ്ടായിരുന്നു അല്ലേ? അതെനിക്ക് കൃത്യതയില്ല. കോട്ടയം നഗരനടുവിൽ തന്നെ ഇന്ദ്രപ്രസ്ഥം ഹോട്ടലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അടുത്ത കാലത്താണോ വാങ്ങിയത് ശ്രീ അനിൽകുമാർ ഈ വിജയകുമാർ? 10 കൊല്ലത്തിനിടയ്ക്ക്. നേരത്തെ വിദേശത്തായിരുന്നു തോന്നുന്നു അല്ലേ വിജയകുമാർ? അതെ. കല്യാണ മണ്ഡപമുണ്ട്. എനിക്ക് തോന്നുന്നു അനിൽകുമാറൊക്കെ നേരിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ ഈ CIT ഓഫീസിന് അടുത്തിരിക്കുന്ന ഹോട്ടലാണല്ലേ? CIT ഓഫീസിനോട് ചേർത്ത് 4ാമത്തെ കെട്ടിടമാണ് CIT ഓഫീസിനോട് ചേർന്ന്. ഈ അനിൽകുമാറിനെ നേരിട്ട് അറിയാമോ ഈ വിജയകുമാറിനെ? വളരെ നേരിട്ട് അറിയാം. സൗഹൃദത്തിൽ എപ്പോഴും. ഏകദേശം എത്ര വയസ്സുണ്ടാവും അദ്ദേഹത്തിന്? 62-63 വയസ്സ്. അത്രേ ഉള്ളൂ. ഈ ഭാര്യ മീരയും അവരെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നതാനും അല്ലേ? ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല. ഏക മകളുണ്ട്, അമേരിക്കയിലാണ്, ഡോക്ടറാണ്. ഓക്കെ, താങ്ക് യു. ഈ അവസാനം കണ്ടത് ഓർമ്മയുണ്ടോ അനിൽകുമാറിന്? അടുത്ത ദിവസങ്ങളിലാണ് കണ്ടിരുന്നോ? ഓക്കെ, താങ്ക് യു. അനിൽകുമാറാണ് നമുക്കൊപ്പം ചേർന്ന്. അനിൽകുമാർ പറയുന്നതനുസരിച്ച് കൊലപാതകമാണ് എന്നത് ഉറപ്പിക്കുന്നു. രണ്ട്, മറ്റെന്തോ സാമ്പത്തിക ഇടപാടുകളിലുള്ള വിയോജിപ്പുകളോ മറ്റെന്തോ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളതൊരു പ്രാഥമിക സംശയമാണ്. CCTV-കളുണ്ട്. എന്തായാലും കൊലപാതകത്തിൽ പ്രതികളെക്കുറിച്ചുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ പ്രതികളിലേക്ക് എത്തുകയും ചെയ്യും. ഇന്ന് രാത്രിയോ ഇന്ന് പുലർച്ചെയോ ആയിട്ടായിരിക്കാം ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവുക. ഇന്ന് പുലർച്ചെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ്. വീട്ടിൽ രണ്ടിടങ്ങളിലായിട്ട് വിജയകുമാറിൻ്റെയും മീരയുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം തല തകർക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടെത്തിയത്. വളരെ മികച്ച നിലയിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. കോട്ടയം ഇന്ദ്രപ്രസ്ഥ ഹോട്ടൽ, ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ ഉടമകളാണ് ഈ കൊല്ലപ്പെട്ട വിജയകുമാറും ഭാര്യ മീരയും.